പത്തനംതിട്ട കോന്നി അട്ടച്ചാക്കിൽ എന്ന് പറയുന്ന സ്ഥലത്ത് സ്വകാര്യ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചൊരു അപകടമുണ്ടായി. നിരവധി പേർക്ക് പരിക്കേറ്റു. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ബസ്സിലുണ്ടായിരുന്നു. പരിക്കേറ്റവരെ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് ചിലരെ. പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ, ഗുഡ് മോർണിംഗ് പ്രവീൺ. വല്ലാത്തൊരു അപകടമാണല്ലോ, വണ്ടി കണ്ടാൽ വല്ലാത്തൊരിടിയാണ്. ആർക്കെങ്കിലും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടോ? പരിക്കേറ്റവരുടെയൊക്കെ നില എങ്ങനെയാണ്? എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? മഴയുണ്ടായിരുന്നോ? വണ്ടി തമ്മിൽ വരുന്നത് കണ്ടില്ലേ? അമിത വേഗതയായിരുന്നോ? എന്താണ് കാരണം? ഗുഡ് മോർണിംഗ് അരുൺ. ഇപ്പോൾ നമുക്ക് അപകടത്തിൽപ്പെട്ട ബസ്സുകൾ അതിന്റെ ദൃശ്യം കാണാം. വലിയ അപകടം തന്നെയാണ് സംഭവിച്ചത്. ഇരു സ്വകാര്യ ബസ്സുകൾ നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇരു ബസ്സുകളിലെയും ഡ്രൈവർമാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നമുക്ക് ആ ഡ്രൈവർ ക്യാബിൻ തന്നെ കാണാം. ഈ ഭാഗം പൂർണ്ണമായും അത് തകർന്നിട്ടുണ്ട്. അത്രയും ശക്തമായിട്ടുള്ള ഇടിയായിരുന്നു ഇത്. കോന്നിയിൽ നിന്നും കുമ്പഴയിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു പാതയാണ്. പത്തനംതിട്ട കുമ്പഴയിലേക്കുള്ള പ്രധാനപ്പെട്ട പാതയാണ്. കോന്നിയിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും പത്തനംതിട്ടയിൽ നിന്ന് കോന്നിയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. രാവിലെ 7:50 കൂടിയാണ് അപകടം സംഭവിച്ചത്. രാവിലെ നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ ഇരു സ്വകാര്യ ബസ്സുകളിലുമായി ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. നാട്ടുകാർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി. പരിക്കേറ്റവരെ ഇരു ബസ്സുകളിലും ഉണ്ടായിരുന്നവരെ കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും കോന്നി താലൂക്ക് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇവിടെ നിന്നും 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രികളിലേക്ക് ആളുകളെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ക്രെയിൻ കൊണ്ടുവന്ന് ഈ രണ്ട് ബസ്സുകളും ഇവിടെ നിന്ന് മാറ്റുകയാണ്. ഇത് വളരെ വീതി കുറഞ്ഞ ഒരു റോഡാണ്. രാവിലെ മഴയുണ്ടായിരുന്നു, അല്പം തെന്നലൊക്കെ റോഡിലുണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കാണുന്ന സ്വകാര്യ ബസ് ഇവിടെ ഒരു കലുങ്കുണ്ട്. ആ കലുങ്കിന്റെ ഭാഗം അല്പം ഉയർന്നാണ് നിൽക്കുന്നത്. കലുങ്ക് കയറി വന്നപ്പോൾ ആണ് എതിർവശത്തു നിന്നും ഈ സ്വകാര്യ ബസ് വരുന്നത് കണ്ടത്. ഡ്രൈവർക്ക് പെട്ടെന്ന് വെട്ടിച്ചു മാറ്റാൻ കഴിഞ്ഞില്ല. ബ്രേക്ക് ചെയ്തു, പക്ഷേ വാഹനം തെന്നി ഈ സ്വകാര്യ ബസിന്റെ മുൻവശത്തേക്ക് ഇടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ഡ്രൈവർമാർക്കാണ് കൂടുതൽ പരിക്കേറ്റിട്ടുള്ളത്. കാരണം ഇരു ഡ്രൈവർമാരും ഇരിക്കുന്ന ആ ഭാഗത്താണ് ഈ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത്. അതേസമയം ഈ ബസിന്റെ അകത്തുണ്ടായിരുന്ന ആളുകൾക്ക് മുൻവശത്തെ സീറ്റിലൊക്കെ മുഖമൊക്കെ ഇടിച്ചാണ് പരിക്ക് ഏറ്റിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്കും പരിക്ക് ഏറ്റിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 7:45 കൂടിയാണ് അപകടം സംഭവിക്കുന്നത്. ഒരു വലിയ ദുരന്തത്തിൽ നിന്നാണ് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. പറയാൻ കാരണം ധാരാളം കുട്ടികളുണ്ടായിരുന്നു. 7:45 സമയമാണ്. 2 വാഹനത്തിലും കുട്ടികളുണ്ടായിരുന്നു. അതുപോലെ നിറച്ച ആളുകളും ഉണ്ടായിരുന്നു. തെന്നി മാറി വാഹനം ചെന്ന് ഇടിച്ചതാണ്. അപ്പോൾ അന്നേരം തന്നെ നാട്ടുകാരുടെയും പോലീസിൻ്റെയും എല്ലാവരുടെയും ജനപ്രതിനിധികളുടെ സംയോജന ഇടപെടലിൻ്റെ ഫലമായി മുഴുവൻ ആളുകളെയും മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം ആളുകൾക്ക് ഇടിച്ച് മൂക്കിനും മുഖത്തുമാണ് പരിക്കുണ്ടായിട്ടുള്ളത്. കാണുമ്പോൾ ഈ ഡ്രൈവർമാരിരുന്ന ആ ഭാഗത്താണ് ഇടി സംഭവിച്ചിരിക്കുന്നത്. ഡ്രൈവർമാരുടെ നില എങ്ങനെയുണ്ട്? ഡ്രൈവർമാരുടെ ഈ വണ്ടിയിലെ ഡ്രൈവറിന് നല്ല പരിക്കുണ്ട്. കാലിന് നല്ല പ്രശ്നമുണ്ട്. തലയ്ക്ക് മറ്റ് ഇഞ്ചുറി ഒന്നുമില്ല. കാരണം ആ ഫ്രണ്ട് വശം കാണുമ്പോൾ അറിയാം അദ്ദേഹത്തിനാണ് കൂടുതൽ പരുക്ക് വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിനും പരുക്കില്ലാഴിയില്ല, പക്ഷേ സാരമായ പരുക്കുകൾ മാത്രമേ ഉള്ളതെന്നാണ് അറിയാൻ സാധിച്ചത്. റോഡിന്റെ നിർമ്മാണത്തിൽ ഒരു അശാസ്ത്രീയത കാണുന്നുണ്ടോ? ഇവിടെ കലുങ്കിന്റെ ഭാഗത്ത് ഉയർന്നാണ് നിൽക്കുന്നത്. സത്യത്തിൽ ചില ഭാഗത്ത് വീതിയുണ്ട്, ചില ഭാഗത്ത് വീതി കുറവാണ്. ശരിക്കും ഈ ഒരു ഈ കർവിന് കുറച്ചുകൂടി വീതി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഈ അപകടം സംഭവിക്കില്ലായിരിക്കും. അരുൺ, നമുക്ക് ആ കലുങ്ക് കൂടി കാണിക്കാം. ഈ റോഡിന്റേതായ ഈ ഭാഗത്ത് ഈ കലുങ്ക് കാണാം. അവിടെ ഉയർന്നാണ് ഇരിക്കുന്നത്. ആ ഭാഗത്താണ് വണ്ടി നിയന്ത്രണം വിട്ട് എതിർവശത്തു നിന്ന് വന്ന സ്വകാര്യ ബസ്സിലേക്ക് ഇടിച്ചത്. ഏതായാലും പരിക്കേറ്റ മുഴുവൻ ആളുകളെയും ഇരു ആശുപത്രികളിലുമായിട്ട് മാറ്റിയിട്ടുണ്ട്. അവർ തൽക്കാലം നമുക്ക് ആശ്വസിക്കാം. പ്രവീൺ, കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു 2 ബസ്സിലും. ഇന്നിപ്പോൾ സ്കൂളൊക്കെ ഉള്ള ദിവസമായതുകൊണ്ട് തന്നെ അവിടെ പ്രൈവറ്റ് ബസ്സിനെയാണ് കൂടുതലും കുട്ടികൾ ആശ്രയിക്കുന്നതും. എന്തായാലും ഒരു വലിയ ദുരന്തം ഒഴിഞ്ഞുപോയി. പെട്ടെന്ന് തന്നെ നാട്ടുകാരൊക്കെ ഓടിക്കൂടി രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി. അതും അത്യാവശ്യം നല്ല കാര്യം. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഗുരുതരമായ പരിക്കേറ്റാൽ എന്ത് ചെയ്യും?